ഗരി സ സ സ ഗ ഗ സ സ മ മ സ സ ഗ ഗ രി രി ഗ ഗ മ മ നി നി സ സ ഗ രി സ സ നി നി സ സ ഗ രി സ സ നി നി സ സ നി നി ഗ ഗ പ. ഞാൻ വനജ ടീച്ചർ. ഞാൻ 86 മുതൽ 1986 മുതൽ 2024 മാർച്ച് 31 വരെ NSS സ്കൂളിൽ 38 വർഷം ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. മാർച്ച് 31 റിട്ടയറായി. അപ്പം ഞാൻ പഠിത്തം കഴിഞ്ഞതിന് ശേഷം 83 കലാമണ്ഡലത്തിൽ ചേർന്നു. 83 മുതൽ 86 വരെ 4 വർഷം കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിച്ചു. അതിനുശേഷം കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞു. മാർച്ചിൽ ഏപ്രിൽ എൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ഏപ്രിൽ കല്യാണം കഴിഞ്ഞ് ഏപ്രിൽ 20 കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ NSS സ്കൂളിൽ PT സാറായിരുന്നു, എക്സ് മിലിറ്ററി ആയിരുന്നു സാറ്. പിന്നെ NSS സ്കൂളിൽ ഇങ്ങനെ ഒരു ഡാൻസ് ടീച്ചറെ പോസ്റ്റ് ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ ഞാൻ ആ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ 86 ജൂലൈ 27 തോന്നുന്നു ജോയിൻ ചെയ്തത്. ഒരു വർഷം ഞാൻ പാർട്ട് ടൈം ജോലിയായിരുന്നു. സ്കൂൾ വിട്ടതിന് ശേഷം ഡാൻസ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ പിന്നെ കുറുപ്പ് സാറ് വന്നതിന് ശേഷം എന്നെ ഫുൾ ടൈം ടീച്ചറായിട്ട് മാറി. അതിനുശേഷം ഞാൻ NSS സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാനും മറ്റ് ആർട്സ്, PT അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടും ക്ലാസ് എടുത്തായിരുന്നു. സ്കൂള് ഇല്ലാത്ത ദിവസങ്ങളിൽ അടുത്ത പ്രദേശത്തുള്ള കുട്ടികളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ മഹിളാ സമാജത്തിൽ കുറേ ക്ലാസ് എടുത്തു. മലപ്പുറത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥലത്ത് ക്ലാസ്സുകൾ എടുത്തിരുന്നു. അതിനുശേഷം പിന്നെ 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾ അരികിഴായിലേക്ക് താമസം മാറി. അവിടെ വന്നിട്ട് ഒരു 2008 മുതൽ ഭരത നൃത്ത കലാക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു പേരിൽ ക്ലാസ് പിന്നെ തുടർന്നു. അങ്ങനെ ഒരു സ്ഥാപനം, ഒരു ഡാൻസ് ക്ലാസ് ഞാനിപ്പോൾ നടത്തുന്നു അരികിഴായിൽ. ഞാൻ പിന്നെ ശനി ഞായർ അവധിയായതുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഡാൻസ് ക്ലാസ് എടുക്കുന്നു. അതുപോലെ വർക്കിംഗ് ഡേയിൽ 5 മണി മുതൽ 6:30 വരെ ഓരോ ബാച്ചുകളായിട്ട് ആണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ വീട്ടിലാണ് ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ കോവിഡിന് ശേഷം ഇവിടെ അരികിഴായിൽ തന്നെ സരോവരം എന്നുള്ള ഹോട്ടലിന് മുകളിലേക്ക് ക്ലാസ് മാറ്റി. ഇപ്പം അവിടെ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്, തിരുവാതിര, ക്ലാസിക്കൽ ഡാൻസിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, തിരുവാതിര, പിന്നെ പാട്ട് വേറെ ടീച്ചർ എടുക്കുന്നു. പിന്നെ ഇപ്പോൾ ഡ്രോയിങ് ക്ലാസ്സും കൂടി തുടങ്ങാൻ ഉള്ള ഉദ്ദേശമുണ്ട്. വിഷുവിന് ശേഷം എന്ന് വിചാരിക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ശശിധരൻ ബിസിനസ്സൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് വല്ലാതെ ജോലിക്ക് വല്ലാതെ പുറത്ത് പോകണമൊന്നുമില്ല. പിന്നെ 2 മക്കള് പെൺകുട്ടികളാണ്. മൂത്താള് നിത്യ NSS സ്കൂളിലാണ് 2 പേരും പഠിച്ചത്. നിത്യ ബാംഗ്ലൂര് ഒരു സ്കൂളിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ചെറിയ മോള് നിവ്യ, അവള് വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ കുട്ടി ചെറിയതായ കാരണം ഇപ്പോൾ തൽക്കാലം ലീവിലാണ്. ഹസ്ബൻഡ് മിഥുൻ, അവൻ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നു. അവർ തന്നെ മൂത്ത മോൾക്കൊരു ആൺകുട്ടി 2ാം ക്ലാസ്സിലേക്ക് ആണ്. ചെറിയ മോൾക്ക് 1.5 വയസ്സായുള്ള ഒരു പെൺകുട്ടിയുണ്ട്. 87 ഞാൻ ഫുൾ ടൈം ഡാൻസ് ടീച്ചർ ആയതിനു ശേഷം കുറുപ്പ് സാറ് സ്കൂളിൽ ഹരിപ്പാട് എന്നുള്ള കുറുപ്പ് സാറ് സ്കൂളിൽ വന്നതിന് ശേഷം പിന്നെ എന്നോട് ഡാൻസ് ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ LP സെക്ഷനൊക്കെ ഒന്നിച്ച് കുട്ടികളെ ഒരു ഹാളിലേക്ക് കൊടുത്തിട്ട് അടവുകൾ പഠിപ്പിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അതുപോലെ പിന്നെ പ്രോഗ്രാമുകൾ വരുമ്പോഴും അതുപോലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വേണ്ടി തിരുവാതിരക്കളി
പഠിപ്പിക്കാൻ ഉള്ള സൗകര്യമൊക്കെ സാറ് ചെയ്തു തന്നിരുന്നു. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് നല്ല മത്സരങ്ങളിലൊക്കെ ഒരുപാട് തവണ പ്രൈസ് കിട്ടുകയും കൊണ്ടവും പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഒരുപാട് വർഷം LP സെക്ഷനിൽ ഒരു 4-5 വർഷത്തോളം LP സെക്ഷനിൽ ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പിന്നെ പത്മനാഭൻ സാറൊക്കെ ഉള്ള സമയത്ത് യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞാൽ എപ്പോഴും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മളുടെ NSS സ്കൂളിന് തന്നെയാണ്. എല്ലാ പിന്നെ വിഭാഗത്തിലും പ്രൈസ് ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഒരുപാട് വർഷം നമ്മളുടെ സ്കൂള് മഞ്ചേരിയിൽ മുമ്പിൽ തന്നെയായിരുന്നു. ഇപ്പൊ നമ്മളുടെ കുട്ടികളുടെ ഒരു കുറവ് വന്നപ്പോൾ അതിന് ശേഷമാണ് നമ്മൾക്ക് കൂടുതലായിട്ട് പ്രൈസുകൾ. എന്നാലും പങ്കെടുക്കുന്ന എല്ലാ ഇതിലും എന്തെങ്കിലും ഒരു പിന്നെ പ്രൈസ് പോയിന്റ് കിട്ടാതെ ഇരുന്നിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പൊ സജി സാറൊക്കെ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മുമ്പിലാണ്. പിന്നെ എപ്പോഴും സാറിന് അതിനെ ഒരു പ്രത്യേക കഴിവുണ്ട്. എന്ത് കൊണ്ടുപോയാൽ കിട്ടും എന്നുള്ളത് പിന്നെ സാറിന് അറിയാം. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങള് കുട്ടികളെ സെലക്ട് ചെയ്യാനും അതിന് വേണ്ട പ്രാക്ടീസ് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സാറ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ എന്റെ മാക്സിമം കുട്ടികളെ എങ്ങനെയായാലും വേണ്ടില്ല നമ്മള് ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറുന്നവരെ ഞാൻ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്തായാലും പാടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ സമയം വരെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ സ്റ്റേജിൽ കയറുമ്പോൾ അവര് അത് എന്റെ ഇത് തെറ്റാതെ അവര് ചെയ്തിട്ടുണ്ട്. പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ തിരുവാതിരക്കളിയൊക്കെ ആണെങ്കിൽ ഞാനന്ന് മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കും. അപ്പോ ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ കാര്യങ്ങൾ പോകും. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര സീരിയസാണ്. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കുട്ടികൾക്കൊക്കെ പിന്നെ ടീച്ചർ എന്താ ഇങ്ങനെ ഒരു ഭാവം എന്നുള്ള രീതിയിലാവും. കാരണം നമ്മൾ മാക്സിമം അത് കിട്ടണം എന്നുള്ള രീതിയിലാണ് കുട്ടികളോട് പിന്നെയുള്ള പെരുമാറ്റം. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതറിയാം. അതുകൊണ്ട് അവര് അതിനനുസരിച്ച് അവര് ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യവും പിന്നെ തിരുവാതിരക്കളിയാണ് എല്ലാ കൊല്ലവും മുടങ്ങാതെ ചെയ്യാറ്. ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ പിന്നെ പ്രൈസ് വരുമ്പോ എന്തായാലും തിരുവാതിരക്കളി NSS സ്കൂൾ എന്ന് പറയുന്നത് അത് നമ്മളത് അങ്ങനെയാണെന്ന് നമ്മളെ ഉറപ്പിക്കുക. കാരണം എത്രയോ വർഷം നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മൾ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 2-3 വർഷം അടുപ്പിച്ച് ഒരേ പാട്ട് തന്നെ നമുക്ക് തിരുവാതിരക്കളിയിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക നല്ല ഓർമ്മകള്. NSS എന്റെ ജീവനും ജീവിതവും ജീവവായു ജീവശ്വാസം എന്നൊക്കെ പറയാം. എല്ലാം NSS ആണ്. അപ്പൊ NSS സ്കൂള് ഇനിയും എന്നും ഇതേ ഒരു രീതിയിൽ നിലനിൽക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മള് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഉള്ളത് ഒട്ടും ചോർന്നു പോവാതെ മുന്നോട്ട് തന്നെ പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പിന്നെ പഠിപ്പിച്ചു പോയ കുട്ടികള് നമ്മളെ എവിടെ നിന്ന് കണ്ടാലും ഇപ്പൊ എവിടെ ചെന്ന് കണ്ടാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ ടീച്ചറെ നമുക്ക് പക്ഷെ മനസ്സിലാവില്ല. അവരിങ്ങോട്ട് വന്ന് പരിചയപ്പെടുമ്പോൾ ഞാൻ ടീച്ചർ എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇന്ന ക്ലാസ്സിൽ ടീച്ചറായിരുന്നു, അത് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല മേഖലയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയും അവർക്ക് എല്ലാവർക്കും നല്ല ഒരു പിന്നെ ജോലിയിലായാലും ഉയർച്ചയിലായാലും എങ്ങനെയായാലും അവര് നല്ല രീതിയിലാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം NSS പഠിച്ചാൽ അത് നല്ല കുട്ടികളായിരിക്കും. അവര് എന്തായാലും അടിസ്ഥാനം NSS എന്നാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും അവര് വഴിവിട്ട് പോവില്ല എന്നുള്ളത് ഉറപ്പുണ്ട്. അപ്പൊ ആ ആത്മവിശ്വാസത്തോട് നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇപ്പൊ ഡാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് മുൻകാലങ്ങളിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് നമുക്ക് എന്താ പറയാ ഏത് ശിക്ഷണം, അതായത് ചീത്ത പറയാ നമ്മള് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അങ്ങനെയല്ല. എന്തായാലും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തീർച്ചയായിട്ടും അതിനനുസരിച്ച് അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും എനിക്ക് അത്രയും പിന്നെ നല്ല നല്ല കുട്ടികൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരൊക്കെ നല്ല നല്ല ഉയരത്തിലെത്തിയിട്ടുണ്ട്. ഈ കലാപരമായിട്ടാണെങ്കിലും അല്ലാതെയും സ്റ്റേറ്റ് വരെ മത്സരിച്ച കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് എന്താന്ന് വെച്ചാല് എന്റെ അഭിപ്രായം വെച്ചാല് ഇതിനെന്തായാലും ഒരു ശിക്ഷണം മീൻസ് ശിക്ഷയല്ല. ശിക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ അത് ഹൃദിസ്ഥമാക്കുക, എന്താ പറയാ, ഹൃദിസ്ഥമാക്കിയിട്ട് അത് പെർഫോം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് എന്താ വെച്ചാൽ കൂടുതലും ഈ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വീഡിയോ ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു വീഡിയോ കാണിച്ചത് അവർക്ക് അത് നോക്കിയാൽ മാത്രമേ ഓർമ്മയുള്ളൂ. അവർക്ക് കൂടുതൽ സേവ് ചെയ്യണ പരിപാടി അവർക്ക് അറിയില്ല. പണ്ടൊക്കെ നമ്മളെങ്ങനെയാ ഒരു കവിത പഠിക്കുകയാണെങ്കിൽ അത് 2 ദിവസം കൊണ്ട് കാണാപ്പാടം പാടി ഏത് ഉറക്കത്തിൽ നമ്മള് മറ്റേ ഈ ഗുണഘോഷമൊക്കെ പഠിച്ചിരുന്നത് എപ്പോ ചോദിച്ചാൽ ഇപ്പോഴും അറിയാം. എനിക്ക് 16 വരെ എപ്പോഴും കാണാം. ആ രീതിയിലാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെയല്ല. നമ്മളൊരു ഐറ്റം പഠിപ്പിച്ചു കഴിഞ്ഞ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് മറന്നു. പിന്നെ അത് അവർക്ക് വേണ്ട. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇനി വേറൊരു പരിപാടി വരുമ്പോൾ അത് വീണ്ടും വേറെ എന്തെങ്കിലും പഠിപ്പിക്കണം. അപ്പൊ ആ ഒരു രീതിയാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ അത് അത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു മനസ്സിലാക്കലാണ് കൂടുതൽ എല്ലാം കൊണ്ടും കുട്ടികൾക്ക് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോകുമ്പോഴും ഞാൻ കോളേജില് ഇന്റർവ്യൂവിന് വിളിച്ചു. കലാമണ്ഡലത്തിൽ നിന്ന് ഇന്റർവ്യൂ കാർഡ് വന്നു. അപ്പോൾ അച്ഛൻ ഏതിന് പോകണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ പോകണം. അതെനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അത്രത്തോളം അലിഞ്ഞു ചേർന്നതാണത്. അപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാനാണ് ഇഷ്ടം. അതൊരു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് അത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടം പോലെ ഡാൻസ് കളിക്കാം. അപ്പം ഞാൻ പിന്നെ കുട്ടികളൊക്കെ എൻ്റെ മക്കളായതിനു ശേഷം 2-3 സ്റ്റേജൊക്കെ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഹസ്ബൻഡിന് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പറ്റുന്ന പരിപാടികൾക്കൊക്കെ ഞാൻ അമ്പലത്തിലോ എവിടെ കിട്ടിയാലും ഞാൻ കളിക്കാറുണ്ട്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും സ്റ്റേജിൽ കയറുക എനിക്ക് വളരെ സന്തോഷമാണ്. ഭരതനാട്യം കൂടുതലായിട്ട് ഞാൻ ഇപ്പം മോഹിനിയാട്ടാണ് കളിക്കാറുള്ളത്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഭരതനാട്യമാണ്. കുച്ചിപ്പുടി പിന്നെ പഠിപ്പിക്കും, പക്ഷെ അങ്ങനെ പെർഫോം ചെയ്യാറില്ല. അതിന് കുറച്ചുകൂടി പ്രയാസമാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന നമ്മുടെ അലുമിനി ഇവന്റിന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ എന്തായാലും വരും എന്നുള്ളത് 99% ഞാൻ ആഗ്രഹിക്കുന്നു വരണമെന്ന്. അതുപോലെ എൻ്റെ സ്റ്റുഡൻസിനെ എനിക്കറിയാം. ഞാൻ ഒരുപാട് കാലമായി പഠിപ്പിക്കാൻ. എൻ്റെ വലിയ മോളൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷമായി. 2000-ലാണ് അവള് SLC കഴിഞ്ഞ്. അതിന്റെ മുമ്പ് മുതൽ ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ സോഷ്യലും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെയൊന്നും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം കുട്ടികളെ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലാവും എന്നറിയാം. അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഈ അലുമിനി ഇവന്റിന് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. ഞാൻ മാർച്ച് 31-ാം തീയതിയാണ് റിട്ടയർമെന്റ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. അല്ല സോറി, ഏപ്രിൽ 3 ആയിരുന്നു. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര വല്ലാതെ എൻ്റെ മനസ്സിന് സന്തോഷം തോന്നി. എല്ലാവരും അത് നമ്മളെ വേണ്ടിയിട്ട് അത് സാറ് ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കും, സാർ എനിക്ക് ഇത് വന്നോ, ഓർഡർ വന്നോ? അപ്പൊ സാറ് പറയും ഇതിൽ വന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ടീച്ചർക്ക് തരാൻ എങ്ങനെ കയ്യിൽ തരാം? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ മോളെ ഭർത്താവ് എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് സങ്കടമില്ലേ, 2 ദിവസം കൂടിയല്ലേ അമ്മയ്ക്ക് പോകണ്ടുള്ളൂ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സങ്കടം തോന്നുന്നില്ല. കാരണം നമ്മൾ കുറച്ച് ഫ്രീ ആവും. പിന്നെ നമ്മളവിടെ പോരുന്നു എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കണേ ഇല്ല. അത് നമ്മൾ അവിടെ നിന്ന് പോന്നു വെച്ചാലും നമ്മളത് മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് നല്ല സ്നേഹോഷ്മളമായ ഒരു യാത്രയപ്പ് തന്നെയാണ് എനിക്ക് നൽകിയത്. അപ്പൊ അതില് എല്ലാവരും അവിടെ നിന്ന് പോയ ടീച്ചേഴ്സും അല്ലാത്തവരും എല്ലാവരും പങ്കെടുത്തു. PTA എക്സിക്യൂട്ടീവ്, പാരന്റ്സ് എല്ലാവരും ആശംസകളൊക്കെ പറഞ്ഞു. എല്ലാവരും എന്നെ മനസ്സുകൊണ്ട് അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്കത് വളരെയധികം എനിക്കൊരു മൊമെന്റോ തന്നു. അതുപോലെ എന്നെ എന്താ പറയാ,
ഒരു പൊന്നാട അണിയിച്ചു. അപ്പൊ അതൊക്കെ വളരെ സന്തോഷം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അതൊന്നും മറക്കില്ല. കാരണം ഒരു കുടുംബത്തെ ഒരു കുടുംബാംഗത്തെ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞയക്കണ മാതിരിയാണ് അവർക്കൊക്കെ ഫീൽ ചെയ്ത്. പക്ഷെ എനിക്കതിൽ എന്തോ ഒട്ടും വിഷമം തോന്നിയില്ല. കാരണം അത്രയും അടുത്താണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും പോവാം. പിന്നെ ഞാൻ സജി മാഷെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. മാഷ ഞാൻ എൻ്റെ ഒരു അനിയനെ പോലെ ആണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഞാൻ ചിലപ്പോ മാഷ എനിക്ക് ഇഷ്ടപ്പെടാത്ത കണ്ട ഞാൻ മാഷോട് പറയും, മാഷ്ക്ക് അതറിയാം. അപ്പോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ മാഷോട് പറയാറുണ്ട്. അപ്പോ മാഷ് എന്തായാലും മാഷെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ ആ സ്കൂള് പഴയ രീതിയിൽ തന്നെ ആവാൻ വേണ്ടി മാഷ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് PTA കൂടി അതുപോലെ നമ്മുടെ അലുമിനി ഗ്രൂപ്പ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും കൂടി ഇനി ഒന്നായി നമ്മുടെ സ്കൂളിനെ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് നയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഇനി കലാപരമായിട്ടുള്ള കഴിവ് ആരോഗ്യമുള്ള കാലത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് സഹകരണം ഉണ്ടാവും എന്ന് ഞാൻ വാക്ക് തരുന്നു. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മളെ സ്കൂള് എന്നും ഇതേപോലെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.